അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ്റെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ ആണിവിടെ എല്ലാം നടക്കുന്നത്. സിനാൻ്റെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അവൻ്റെ നിരപരാധിത്വമോ തെളിയിക്കുവാനും പറയുവാനും ഒരു ചാൻസ് കൂടി അവനാരും നൽകുന്നുമില്ല. അവനാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അവനെ കാണുന്നത്. അതുമാത്രവുമല്ല, അവൻ്റെ പെറ്റമ്മയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആദ്യമൊന്നും മുഹ്സിക്ക് അത് വിശ്വാസമല്ലായിരുന്നു. കാരണം അവൾക്കറിയാമായിരുന്നു ഞാനും സിനുവും കിടക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചിട്ടാണ് ആ ജോലി ഏൽപ്പിച്ചതെന്ന്. പക്ഷേ ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ അതൊക്കെ പ്ലാനിങ് ആയിരുന്നേടി, അതൊക്കെ പ്ലാനിങ് ആണ്. അതൊക്കെ മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച് അങ്ങനെ എന്നെ വിളിക്കാനൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് സിനാനോട് അല്പമെങ്കിലും അവൾക്ക് ഒരു ദേഷ്യം തോന്നിയത്. സിനു, ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചിരുന്നു, എന്നിട്ടും നീ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്തത്. ഒരിക്കലും എന്നോട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അത്രക്കും ആരൊക്കെ തന്നെ പ്രതിസന്ധികളിൽ തളർത്തിയിട്ടും ഞാൻ എൻ്റെ സിനുവിൻ്റെ കൂടെ മാത്രമാണ് ജീവിക്കുന്നത്. എനിക്ക് സിനുവിനെ മതി എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നവളാണ് ഞാൻ. പക്ഷേ സ്നേഹം തിരിച്ച് ഇങ്ങോട്ടില്ല അല്ലേ? അവൾ അതോർത്തു. എന്നാൽ ഡോക്ടർ പറഞ്ഞ ആ കാര്യം മുഹ്സിന എന്ത് മെഡിസിനാണ് കഴിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് അവർക്കാർക്കും ഒരു ഐഡിയയുമില്ലായിരുന്നു. അങ്ങനെയാണ് സിനാനെ വിളിപ്പിക്കുവാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നതും. എന്നാൽ ഇത് ഉമ്മ അറിയുന്നു. ഉമ്മ പറയുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അവനെ വിളിപ്പിക്കാനേ പാടില്ല. എല്ലാത്തിൻ്റെയും ഏജൻറ്റ് അവൻ തന്നെയാണ്. ഇപ്പോൾ ഈ കത്തി കൊണ്ടുള്ള മുറിവിനും അതുപോലെ ആ മെഡിസിൻ കൊടുത്തതിനും കാരണക്കാരൻ അവൻ തന്നെയാണ്. അവനാണ് അത് എന്നെ പ്രേരിപ്പിച്ചത്. എനിക്കെങ്ങനെ അത് ചെയ്യാൻ കഴിയും? ഞാനൊരു പെറ്റ ഉമ്മയല്ലേ. ഏതൊരു ഉമ്മമാർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അവളോട് എന്തോ അറിയില്ല, അവൻക്കൊരു ഇഷ്ടക്കേട് ശരിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവൻ ചെയ്തത്. മോൾട്ടിയോട് അതായിരുന്നു ഉമ്മ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ മോൾട്ടിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. സ്വന്തം കുട്ടികളപ്പം അങ്ങനെയൊക്കെ, അതും ആദ്യത്തെ കുട്ടിയെ സിനു അങ്ങനെ ചെയ്യോ? ഒരത്ര ക്രൂര മനസ്സൊന്നല്ലല്ലോ. പക്ഷേ ഓനിലുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഓന് ഒന്നൊന്നര മാസത്തോളം ഓളോട് മിണ്ടാതെയും പറയാൻ നിൽക്കണം. എനിക്കറിയാം, ആർക്കറിയാം പഠിച്ചവനെ, ആരോടാ ചോദിക്കുക? ഉമ്മ പറയുന്നതാണോ വിശ്വസിക്കുക, ഉപ്പ പറയുന്നതാണോ സിനാന് പറയുന്നതാണോ വിശ്വസിക്കുക? എനിക്ക് ഒന്നും അറിയുന്നില്ല. എന്തൊക്കെ തന്നെയാണ് റിസൾട്ട് കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയൊക്കെ. പെട്ടെന്ന് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അതാ വിളിക്കുന്നു. മുഹ്സിനയുടെ കൂടെ മോൾട്ടി അങ്ങോട്ട് ചെന്നു. അതെ, പിന്നെ ഇന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ആവാം. പിന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ 4 ദിവസം പിടിക്കും. പിന്നെ നല്ല രീതിയിൽ കുട്ടിയെ ശ്രദ്ധിക്കണം കേട്ടോ. അവൾ മാനസികമായിട്ട് ഏറെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് അവളുടെ മനസ്സിന് വല്ലാത്തൊരു ഷോക്ക് ഏറ്റ പോലെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതും കൂടെയൊക്കെ ആയപ്പോൾ എന്തെന്നറിയില്ല, കുട്ടിക്ക് നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. ഇനി ഒരിക്കലും അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ഓപ്ഷൻസ്. കൂടുതൽ ഇനിയും കുട്ടിയെ വിഷമിക്കാനുള്ള ചാൻസ് വരികയാണെങ്കിൽ എന്തൊക്കെ തന്നെയായാലും കുട്ടിക്ക് വയലൻ്റ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അതിന് ഡോക്ടറെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സമാധാനത്തോടു കൂടെ കുട്ടിയെ നിർത്തുക. മോൾട്ടി ഒരു കാര്യം തീരുമാനിക്കുന്നു, എന്തായാലും വേണ്ടില്ല, ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഉമ്മ അവളെ പണിയെടുപ്പിക്കലും അവളെ ചീത്ത പറയലും എല്ലാം ആക്കും. പിന്നെ സിനാന്, അവനെ എനിക്കിപ്പോൾ ഇത്ര വിശ്വാസം പോരാ. കാരണം അവനിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമം. നേരെ അവൾ അതാ മുഹ്സിനയുടെ അടുക്കലെത്തുന്നു. മുഹ്സിയെ, ഇന്ന് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു, എന്താ മോളുടെ അഭിപ്രായം? അവൾ ഒന്നും മിണ്ടിയില്ല. എന്താ പറയൂ, നിനക്ക് വീട്ടിലേക്ക് പോവല്ലേ, നിൻ്റെ വീട്ടിലേക്ക്? മോളുടെ ഇഷ്ടം എന്താണ്? അത് എനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോ. പിന്നെ മോളെ, നിൻ്റെ ഭാവി ജീവിതം ആലോചിച്ചിട്ടെങ്കിലും നീ ഇനി വീട്ടിലേക്ക് പോകേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് നീ നിൻ്റെ വീട്ടിൽ നിൽക്ക്, അതായിരിക്കും നല്ലത്. എനിക്ക് നിന്നോട് അല്പമെങ്കിലും സ്നേഹം ഉള്ളത് കൊണ്ടതാണ്. അല്ലെങ്കിൽ മോളെ, നീ ഇനിയിപ്പോൾ വീട്ടിലെത്തിയാൽ നിനക്ക് ഫുള്ള് പണിയായിരിക്കും. അതുമാത്രമല്ല, സിനാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് സിനാനും ഉമ്മയൊക്കെ പറയുമ്പോൾ എനിക്ക് സഹിക്കൂല. അതിന് സിനു അങ്ങനെയൊന്നും ഇപ്പോൾ കേട്ടില്ലേ ഓരോന്നൊക്കെ. സാരില്ല, തൽക്കാലം ഇനിയിപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പോകണം അത്ര ബുദ്ധിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. മോളുടെ തീരുമാനം എന്താ വെച്ചാൽ ചെയ്യട്ടോ, ഞാനൊന്നും പറയണില്ല. ഇനി മോൾട്ടിത്ത് അത് പറഞ്ഞൊന്നും പറയണ്ട, നിൻ്റെ ഇഷ്ടം എന്താ വെച്ചാൽ ചെയ്യുക. അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അതാ മുസ്ലിയുടെ ഉമ്മ, എന്തേ
അല്ലേ ഞാൻ ചോദിക്കായിരുന്നു മോളോട് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, ഡിസ്ചാർജ് പറഞ്ഞതല്ലേ, എങ്ങോട്ടാണ് മോൾക്ക് പോകാനിഷ്ടം, മോളുടെ ഇഷ്ടം പോലെ തീരുമാനിച്ചോ. ഏയ് ഇനി മോളുടെ ഒരു ഇഷ്ടമില്ല, ഇഷ്ടങ്ങളൊക്കെ കഴിഞ്ഞു, ഓളെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തല്ലോ. പക്ഷേ ഇനിയും വിട്ടുകൊടുത്താലേ എൻ്റെ കുട്ടി ബാക്കി ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറയാനേ കഴിയുള്ളൂ, എനിക്ക് എൻ്റെ കുട്ടിയെ നഷ്ടപ്പെടാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വീട്ടിലേക്ക് നമ്മളെ കുട്ടീനെ നമ്മൾ വിടണില്ല. എനിക്ക് വെറുതെ കിട്ടിയോന്നല്ല, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ കുട്ടിയാണിത്, പൈസ കൊടുത്ത് വാങ്ങിയതല്ല, എൻ്റെ മോളാണിത്. മോളൊരിക്കലും കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ തരൂല. ഇപ്പം എൻ്റെ കുട്ടീൻ്റെ വയറ്റിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തോ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്, അതൊക്കെ എന്തിനാണ് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എൻ്റെ കുട്ടി ബാപ്പയില്ലാത്ത കുട്ടി ആയതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ കയറി നിരങ്ങണത്? മോൾട്ടിയോട് ഉമ്മ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. ഹേയ് ഉമ്മ നിങ്ങൾ കരയല്ലേ, എന്താ മോളെ, കുറച്ചിങ്ങനെ മനുഷ്യത്വം വേണ്ടേ എൻ്റെ ഉമ്മാക്കും എൻ്റെ ആങ്ങൾക്കൊക്കെ? ഇങ്ങനെ എൻ്റെ കുട്ടീനെ കാട്ടാൻ പാടുണ്ടോ? ഉമ്മ നിങ്ങൾ കരയല്ലേ, അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പ്രശ്നമില്ല അതൊക്കെ കണ്ടില്ല, എൻ്റെ കുട്ടിയുടെ തടി കേടുന്നില്ലപ്പോൾ. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കെട്ടിച്ച് വിടുമ്പോൾ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ലേനു. ഇപ്പം എൻ്റെ കുട്ടിക്ക് വിഷമമായി, ടെൻഷനായി. ഇപ്പോൾ കണ്ടി മനസ്സിന് വിഷമം ഉണ്ടാകണം, ഒന്നും പറയരുതെന്നാണ് പറഞ്ഞത്. ഓളെ ഞാൻ നോക്കിക്കോളാം എൻ്റെ വീട്ടിൽ, അവിടെ സ്ഥലമുണ്ട്, എനിക്കും എൻ്റെ കുട്ടിക്കും അല്ലേ ജീവിക്കാൻ ഒരു ഇടം മതി. എന്നാലും എൻ്റെ കുട്ടീനെ ഇടങ്ങാറാക്കാൻ ഞാൻ വിടൂല, ഓളൊപ്പം പൊറുക്കൂല നിങ്ങളോടൊന്നും ഈ ചെയ്തിക്കൊന്നും. ഉമ്മ നിങ്ങൾ കരയാതിരിക്കോ, എന്താ മോളെ ഇനി വിടൂല എൻ്റെ കുട്ടീനെ. എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞ വാക്കൊക്കെ സിനാനാണ് എല്ലാത്തിനും കാരണം. അത് കേട്ടപ്പോൾ മോൾട്ടിക്ക് ശരിക്കും സങ്കടമായി. ഉമ്മ അത് വേണ്ട, സ്വന്തം ഭർത്താവ് ഇങ്ങനെ കാട്ടണേ പിന്നെ ആരെ കരുതിയിട്ടാ കൊണ്ടുപോകണം ഞാൻ എൻ്റെ വീട്ടിക്ക്. പെട്ടെന്ന് അതാ മുഹ്സിൻ. ഉമ്മ എന്താ മോളെ? ഞാൻ വേണ്ട, നിൻ്റെ അഭിപ്രായം ഇവിടെ ഇല്ല. എൻ്റെ അഭിപ്രായം കേട്ടതുകൊണ്ടാണ് എനിക്ക് പിന്നെയും ഇങ്ങനെ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് അറിയട്ടെ, ഏതൊക്കെ എനിക്കൊന്ന് അറിയണം, എന്താണ് സംഭവിച്ചിരിക്കണമെന്ന്. എനിക്ക് അതാണ് ഇത്ര ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം പ്രയാസമൊക്കെ വരുന്നത്. അറിയട്ടെ, ഏതൊക്കെ ഒരു കാട്ടിക്കൊട്ടിക്കണേ അറിയാലോ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മരുന്ന് ഈ കുടിച്ചിട്ടില്ല, കാരണം എൻ്റെ കുട്ടിക്ക് അസുഖവും കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ എന്താ നാവും കൊടുത്തേക്കണ് പഠിച്ചവരറിയാം. ഉമ്മ സങ്കടത്തോടെ കരയുകയാണ്. ഉപ്പയുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. അവൾ പോയിക്കോട്ടെ അവളുടെ വീട്ടിലേക്ക്, നമ്മളെ വീട്ടിലെത്തി അവളെ പണി തീരൂല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. സിനാന് എവിടെ പോയി കിടക്കുകയാണോ എന്താവോ. അവനാണെന്ന് പറഞ്ഞപ്പോൾ നെഞ്ച് പൊട്ടിപ്പോയി. അവനെങ്ങനെയൊക്കെ കാട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഉപ്പയും പറയുന്നു. അന്ന് വൈകുന്നേരത്തോടെ അതാ ഡിസ്ചാർജിനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നു. എന്നാൽ അവളുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവരാരും അതിനെ സമ്മതിച്ചില്ല. ഉമ്മയും ആങ്ങളയും ഉപ്പയും അവരെല്ലാവരും പറഞ്ഞു വേണ്ട, അവൻ്റെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പക്ഷേ അവൾക്ക് അവനെ കാണുമ്പോൾ വീണ്ടും അതൊരു ഷോക്കായി മാറും, അതുകൊണ്ട് വിളിപ്പിക്കണ്ട എന്ന് പറഞ്ഞതാണ്. അതിനനുസരിച്ച് ഡോക്ടർ പറഞ്ഞു ഓക്കെ, ചില ഭർത്താക്കന്മാരല്ലെങ്കിലും അങ്ങനെയാ അല്ലേ, ചില ഭാര്യമാരെ നല്ല രീതിയിൽ ഉപദ്രവിക്കും, അങ്ങനെയുള്ളവരും ഉണ്ടാകും. ഓരോ കാലങ്ങൾ നേരെ തിരിച്ചും ഉണ്ടാവാറുണ്ട്. അങ്ങനെയാകുമ്പോൾ തൻ്റെ ഇടത്തോടെ സ്വന്തം കാലിൽ ജീവിക്കണം, മറ്റൊരാളുടെ കീഴിൽ നിൽക്കരുത്. അതാണ് എൻ്റെ അഭിപ്രായം. അതാണ് പറഞ്ഞത്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. കുറച്ചൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം അങ്ങനെ കഴിക്കാം. അല്ലാതെ എന്നും ഒരാളുടെ കീഴിൽ ഇങ്ങനെ ഒരു വേലക്കാരിയെ പോലെ നിൽക്കാനൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികളെ കിട്ടില്ല. പിന്നെ മുഹ്സിനിയെ പോലത്തെ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ അങ്ങനെ ഓക്കെ, അവൾ ഒന്നും പ്രതികരിക്കില്ല. അവിടുത്തെ ഫുള്ള് വീട്ടുജോലികളും കാര്യങ്ങളും ഭർത്താവിൻ്റെ പീഡനങ്ങളും അമ്മാമ്മയുടെ പീഡനങ്ങളും എല്ലാം സഹിച്ച് കേട്ടിട്ടാണ് ഈ കുട്ടി ഇങ്ങനെയായി തീർന്നത്. ഡോക്ടർ അല്പം ഉച്ചത്തിൽ തന്നെയായിരുന്നു അത് പറഞ്ഞത്. അതെല്ലാം അവിടെ ചുറ്റുമുള്ളവരുമെല്ലാം കേട്ടു. അങ്ങനെ അത് ഡിസ്ചാർജിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങുന്നു. ഉപ്പ ബില്ലടക്കുവാൻ വേണ്ടി നിന്നപ്പോൾ അവളുടെ ആങ്ങള ഓടി വന്നു. ഹേയ് ദയവായി പ്ലീസ് നിങ്ങൾ അടക്കരുത്, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരിക്കലും എൻ്റെ പെങ്ങളെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ 5 പൈസ നിങ്ങൾക്ക് വേണ്ട. എൻ്റെ കുട്ടിക്ക് എത്രയാണ് ചിലവായത് ഓൾക്ക് ഞാൻ ചിലവാക്കിക്കൊണ്ട്, ഒരിക്കലും ദയവായി ഇനി ഞങ്ങളും നിങ്ങളൊരു ബന്ധമില്ല, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളെ കണ്ട് ഒഴിവാക്കാം. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദയവായി എൻ്റെ കുട്ടിയെ ഇനി കൊണ്ടുപോകരുത്. ആങ്ങളെ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ശരിക്കും ഉപ്പ ഞെട്ടിപ്പോയി. അത് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ തീർക്കും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയ ശരീരത്തിനേറ്റ മുറിവ് ഒരു പക്ഷേ ഉണങ്ങിയേക്കാം, പക്ഷേ മനസ്സിനേറ്റ എൻ്റെ കുട്ടിയുടെ മുറിവ് ഒരിക്കലും ഇത് മാറൂല കേട്ടോ.
അത് എന്നും ഇങ്ങനെ നീറിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ മറക്കണ്ട. അവളുടെ ആങ്ങള കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ഹോസ്പിറ്റലിലെ ബില്ലും കാര്യങ്ങളും പോലും കൊടുക്കുവാൻ അവൻ സമ്മതിക്കുന്നേയില്ല. പക്ഷേ ഉപ്പ നിർബന്ധിച്ചിട്ട് അത് ആദ്യമേ കൊടുത്തു. എന്നാൽ ഈ സമയം സിനാന് തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുകയാണ്. മുഹ്സിയും വിചാരിക്കുന്നു, എന്നാലും സിനു എന്നെ കാണാൻ പോലും വന്നില്ല, എന്തിനു? പക്ഷേ ഹോസ്പിറ്റലുള്ളവരെ സമ്മതിക്കാത്തത് കൊണ്ടാണ് സിനാൻ തൻ്റെ അടുക്കലേക്ക് എത്താതിരുന്നത് എന്നുള്ള കാര്യം അവൾ അറിയുന്നേയില്ല. ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഉപ്പ അവളോട് പറഞ്ഞു, മോളെ, ഉപ്പയോട് പൊറുക്കണം. ഉപ്പ നിനക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതിനു വേണ്ടി നിന്നത്. അതും അറബി ഉമ്മയുടെ വാക്കുകൾ കേട്ടിട്ട്. അറബി ഉമ്മ പറഞ്ഞതാണ്, 2 മക്കളുണ്ട്, അതിലൊരു മോളെ എന്താ ബഷീറ നിനക്ക് മരുമകളായി കൂട്ടിക്കൂടെ? അങ്ങനെ പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇതിന് നിന്നത്. പക്ഷേ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് മോൾക്ക് ഈ രീതിയിലുള്ള അനർത്ഥങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ചിന്തിച്ചില്ല. പൊറുക്കണം മോളെ ഉപ്പയോട്. നിന്നോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അക്രമമാണിത്. കാരണം നിനക്ക് ഉപ്പയില്ലാത്തതാണ്. ഉപ്പയില്ലാത്ത മോളെ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിൽ വന്നാൽ നീ എന്തൊക്കെയായാലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതായത് നിനക്ക് വീട്ടിലെ ജോലി മുഴുവനായിട്ട്, പിന്നെ ഇടയ്ക്കിടെയുള്ള ചീത്ത, അതൊക്കെ ഉപ്പ കേൾക്കായിട്ടില്ലല്ലോ മോളെ. എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ എൻ്റെ മോന് സിനാന് ഓൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. പുറത്ത് തരണം മോളെ. എൻ്റെ സിനാന് ഓൻ അങ്ങനെ ചെയ്യുന്ന ആളെന്നല്ല, എന്താ പറ്റി എനിക്കറിയില്ല. പിന്നെ മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഉപ്പാനെ വിളിക്കുക. ഉപ്പ എന്ത് സഹായം മോൾക്ക് ചെയ്തു തരും. മോളെ, വല്ലാത്ത വിഷമമുണ്ട്, വേദന ഉണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിർത്താൻ നിന്നെ ഒരിക്കലും എനിക്ക് കഴിയില്ല. കാരണം അത്രക്കും മോള് ബുദ്ധിമുട്ടാവേണ്ടി വരും. അതുകൊണ്ടാണ്. ഉപ്പയോട് ക്ഷമിക്കണം. ഉപ്പാക്ക് വാക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല. അറബി ഉമ്മ ഏൽപ്പിച്ചത് എൻ്റെ മോൾക്ക് സന്തോഷത്തോടു കൂടി ഒരു ജീവിതം ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. ക്ഷമിക്കണം, ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ മോൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതിനുവേണ്ടി എത്ര നഷ്ടപരിഹാരം തരാനും ഞാൻ തയ്യാറാണ്. ഉപ്പ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടായിരുന്നു അത് അവളുടെ മുമ്പിൽ പറഞ്ഞത്. ഉപ്പ, ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ മോളെ, അതെന്തൊക്കെ തന്നെയാലും ഉണ്ടാകും. മോള് പൊറുക്ക് മോളെ. പെട്ടെന്ന് ആങ്ങൾ അങ്ങോട്ട് വന്നു. അതെ, ഇതൊന്നും അങ്ങനെ പൊറുക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ല. അവളുടെ ജീവിതങ്ങൾ കേടെടുത്തില്ലേ? അതുമല്ല, എൻ്റെ കുട്ടിയെ മാനസികമായും ശാരീരികമായും നിങ്ങൾ പീഡിപ്പിച്ചു. ഇതിനൊക്കെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അഴി എണ്ണേണ്ടി വരും. നിങ്ങളും നിങ്ങളെ മക്കളും നിങ്ങളെ പെണ്ണുങ്ങളും നിങ്ങളെ മോനൊക്കെ. പറഞ്ഞില്ല, അത് വേണ്ട മോനെ, കൊടുത്തോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭാഗമാണ് ഞാൻ പറയണത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ കുട്ടീൻ്റെ തടി കേടുന്നു. ഓരോ മരുന്ന് കൊടുത്തിട്ടും വെട്ടലും കുത്തലും പിന്നെ പീഡിപ്പിക്കലും ഓരോ സംസാരവും ഒക്കെ ആയി എൻ്റെ കുട്ടിയാകെ ടെൻഷനായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്സിയെ, മോളെ, നമുക്ക് പോവുക. ഉപ്പാക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. മോൾട്ടിയും പറഞ്ഞു, എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു വിധി. ആയിക്കോട്ടെ, നിങ്ങളിനി ഒരിക്കലും എൻ്റെ മോളെ എൻ്റെ പെങ്ങളെ അന്വേഷിച്ച് നിങ്ങൾ വരരുതിട്ടോ. ഒരിക്കലും ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഞങ്ങളെ കുട്ടിയെ അവിടെ നിന്നോട്ടെ, കല്യാണം കഴിക്കണില്ലെങ്കിൽ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ല ആൾക്കാരെ കൊണ്ട് കെട്ടിക്കണം. എന്നാലും നിങ്ങളെ സ്വത്തും മുതലും കണ്ടിട്ട് ഒരിക്കലും ഞങ്ങളങ്ങനെ കെട്ടിക്കൂല. ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ വിധിയായിപ്പോയി. അല്ലാതെ എന്ത് ചെയ്യാനാ? മോളെ, കയറ്. മുസ്സിയെ കാറിൽ കയറ്റി. സത്യം പറഞ്ഞാൽ ഉപ്പാക്കും മോൾട്ടിക്കും അത് വല്ലാത്തൊരു ടെൻഷനായി. സിനാനെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു പരിസരത്തേക്ക് തന്നെ അവരാരും അടുപ്പിച്ചതുമില്ല. തൻ്റെ പ്രിയപ്പെട്ട മുസ്സിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവൻ കാത്തിരുന്നു. അല്ലാ, എന്തിനു വേണ്ടിയിട്ടാ റബ്ബേ ഞങ്ങൾ ഇങ്ങനെ വേർപ്പെടുത്തുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളെ ഒരു നോക്ക് കാണാൻ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ, അതിനൊരു ചാൻസ് പോലും തരാൻ ഞാൻ പിന്നെന്താ? ഇല്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ വേർപെട്ടു പോവുകയാണ്. ഒരിക്കലും എനിക്ക് അവളെ കാണാൻ കഴിയില്ല. ഒരിക്കലും എനിക്കെൻ്റെ പ്രിയപ്പെട്ട മുസ്സിയെ കണ്ട് കൊതി തീർന്നിട്ടില്ല. എനിക്കിനിയും കാണണം, ഒരുപാട് കാണണം. അവളെ കൂടെ എനിക്ക് ജീവിക്കണം. ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ല. ഞാനെൻ്റെ മുസ്സിയെ അത്രക്ക് സ്നേഹിച്ചിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട്. എൻ്റെ മുസ്സി, നീ എന്നെ വിട്ടു പോവുമായിരിക്കും. നീ ഒരു പക്ഷേ ഇനി വേറെ കല്യാണം കഴിച്ച് പോവുമായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ
നീ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു പെണ്ണിനെയും എനിക്കിഷ്ടമല്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അത് വെറും ഉമ്മയ്ക്ക് വേണ്ടി. ഞാൻ ഉമ്മയുടെ ഈ സംസാരം ഒന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അതൊരിക്കലും എൻ്റെ ഭാര്യയല്ല. അവളെ നിക്കാഹ് കഴിച്ചിട്ടുമില്ല. ഒരിക്കലും മുസി, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല പെണ്ണേ. ഞാൻ എന്താ ഇനി ചെയ്യുക? സിനാന് വിങ്ങി പൊട്ടിക്കരയുകയാണ്. ആ ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കൽ ഒരുപാട് സമയം സിനാന് അവിടെ നിൽക്കുന്നത് കണ്ട സെക്യൂരിറ്റി ചോദിക്കുന്നു, അല്ല മോനെ, എന്താ നീ ഇവിടെ നിൽക്കുന്നത്? ഒരുപാട് സമയമായല്ലോ. ഹോസ്പിറ്റലിലേക്ക് കിടക്കൊന്നുമില്ല എങ്കിലേ? ഒന്നുമില്ല. എന്താ മോനെ, എന്ത് പറ്റി? കാര്യമായിട്ട് എന്തോ ടെൻഷനുണ്ടല്ലോ. കുട്ടിയുടെ ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആണോ? അവൻ ശരിയെന്ന് തലയാട്ടി. ആരാണ് കുട്ടിയുടെ? ആരാണെന്ന് അവൻ പറഞ്ഞില്ല. കാരണം ചോദിക്കൂ, നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഞാനൊരു കൊലയാളിയാക്കിയിട്ടാണ് എന്നെ ഇവർ ചിത്രീകരിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സെക്യൂരിറ്റി അത് മാനേജറോട് പറഞ്ഞ് എന്നെ അവിടെ നിന്നും ഒഴിവാക്കേണ്ട പണികളൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ ഓരോ വാഹനവും പോകുമ്പോഴും അവൻ അത് ഓർക്കും, തൻ്റെ പ്രിയപ്പെട്ട മുസി അതുവഴി പോകുന്നുണ്ടോ എന്ന്. തീറ്റയും കുടിയുമില്ലാത്ത അവശനായി കഴിയുന്ന അവൻ അന്നും ഓരോ വാഹനങ്ങളും ഗേറ്റ് വഴി കടന്നു പോകുമ്പോൾ അവൻ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ മുസി, ഇക്കാൻ്റെ കുട്ടി പോവുകയാണോ? ഇക്കാൻ്റെ കുട്ടി ഇക്കയോട് പറയാതെ പോവുകയാണോ? ഇക്കാൻ്റെ കുട്ടി എന്നോട് ക്ഷമിക്കണം. ഞാനല്ലല്ലോ, ഒരിക്കലും കരുതി കൂട്ടിയിട്ടല്ലല്ലോ. എന്ത് ചെയ്യാം? ഓരോ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും സിനാനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നാൽ അതാ ഒരു ബ്ലൂ കളറിലുള്ള ഒരു കാറ്, അതെ, അത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളാകെ ഒന്ന് പിടച്ചു. അതാണ് അവളുടെ ആങ്ങളയുടെ കാറ്. അറബിയമ്മ വാങ്ങിക്കൊടുത്ത ആങ്ങളയുടെ ആ ഒരു വലിയ ലക്ഷറി കാറ്. ആ കാറ് അതാ കടന്നു വരുന്നു, ഗേറ്റ് കടന്ന്. സിനാൻ നേരെ മുമ്പിലേക്ക് പോവുകയാണ്. ആ ഒരു വാഹനത്തിൻ്റെ മുമ്പിൽ നിൽക്കണം, കൈകൊണ്ട് തടുക്കണം, എന്നിട്ട് എൻ്റെ മുഹസി എനിക്ക് കാണണം. അവൻ അതിനു വേണ്ടി കാത്തിരുന്നു. ആ കാറ് ഗേറ്റ് കടന്ന് അതാ പുറത്തേക്ക് വരുന്നു. സിനാനത ആ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് ചാടുന്നു. അവൻ രണ്ട് കൈകളും വീശിക്കൊണ്ട് അത് നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഉമ്മയും ആങ്ങളിയുമൊക്കെ അത് കാണുന്നു. അതാ ചങ്ങായി, എന്ത് ഇവര് കാട്ടുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നിട്ട്? ഒരു ഭ്രാന്തനായിരിക്കുന്നല്ലോ. ഓൻ്റെ മുടിയും ചേലും കോലും കണ്ടില്ലേ? ഒന്ന് ഇറങ്ങി പോടോ എന്നുള്ള രീതിയിൽ അതാ ആങ്ങള ആംഗ്യം കാണിക്കുന്നു. മോനെ, എടാ, എന്തൊരു പെട്ടെന്ന് മുഹസി അത് കാണുന്നു. മോളെ, അവിടെ ചാരിക്കിടുന്നോ? എണീക്കണ്ടിയേ? ഇക്ക, അത് സിനു. ആ, സിനാന് പോടുന്ന്. ഇക്ക, ഒന്ന് നിർത്തിയിട്ട് എന്താന്ന് ചോദിക്കൂ. വേണ്ട, അവന് എന്തൊരു ഇതിനുള്ള തയ്യാറെടുപ്പാണ്, മറ്റൊന്നിനുമല്ല. ഓരോരുത്തരും ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ വണ്ടിന് സെക്യൂരിറ്റിയെ വിളിക്കണോ അതോ പോലീസിനെ വിളിക്കണോ? സിനാൻ നേരെ വണ്ടിയുടെ മുമ്പിൽ തന്നെ കൈകൾ വീശിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ആങ്ങള അതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. നേരെ സെക്യൂരിറ്റിയുടെ അടുക്കൽ പോയി, സർ, ആ ഭ്രാന്തിനെ ഒന്ന് പിടിച്ചു മാറ്റോ? ഞങ്ങൾ വണ്ടിക്ക് ഒരുപാട് സമയമായി ഇത് വിലങ്ങിട്ട് നിൽക്കണേ, ഒന്ന് പിടിച്ചു മാറ്റോ? എവിടെ? രണ്ട് സെക്യൂരിറ്റിമാർ അപ്പോഴേക്കും ഓടി വന്നു. വാഹനത്തിൻ്റെ മുമ്പിൽ വിലങ്ങായി നിൽക്കുന്ന സിനാനെ അവർ രണ്ടുപേരും പിടിച്ച് മാറ്റുമ്പോൾ അവരുറക്കെ പറയുന്നുണ്ടായിരുന്നു, മുഹസി, എൻ്റെ മുഹസിയാണ് അതിനുള്ളിലുള്ളത്. എനിക്ക് അവളെ കാണണം. എനിക്ക് കാണാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. എന്താടോ, സുഖല്ലേ? എവിടുന്ന് ഇറങ്ങി വന്നതാ? ഇവനിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. പോലീസിനെ വിളിക്കണോ? അവർ രണ്ടുപേരും ഉള്ള ശക്തിയിൽ അവനെ പിടിച്ച് മാറ്റുന്നു. മുഹസിന അത് കാണുന്നു. കൈകാലുകൾ പിടഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് വലിച്ച് മാറ്റുന്ന രംഗമാണ് അവൾ കണ്ടത്. ഒരു നിമിഷം അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് തേങ്ങി. ഉമ്മ, സീനു, നീ ഒന്ന് പോടി പെണ്ണേ. നിനക്ക് ഇത്രയും ഉപദ്രവമേറ്റിട്ട് നിനക്ക് മനസ്സിലായില്ലേ അവനെ? ഞങ്ങളെ കുട്ടിയെ നഷ്ടപ്പെടാൻ ഇനി പറ്റൂല, ഇനി വിടൂല. നിൻ്റെ ഇഷ്ടത്തിനൊക്കെ വിട്ട് തന്നു, ഇനി വിടൂല മോളെ. അവൾ ആ കാറിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അതാ ആ സെക്യൂരിറ്റികളെ കയ്യിൽ നിന്ന് സിനാൻ ആ കാറിന് പിന്നാലെയായിട്ട് ഓടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് കണ്ടവരെല്ലാം എന്താണ് സംഭവമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി പറയുന്നു, ഭ്രാന്താണെന്നാണ് തോന്നുന്നത്. അതാണ് അവരൊക്കെ പറഞ്ഞത്. ആ വണ്ടിക്കാരൻ പറഞ്ഞ് ഭ്രാന്തനെ പിടിച്ച് മാറ്റും. ഞങ്ങൾ പിടിച്ച് മാറ്റി. അപ്പോഴും അവൻ അലറുന്നുണ്ടായിരുന്നു, മുഹസി, എൻ്റെ മുഹസി, എന്നെ വിട്ട് പോവല്ലേ പോലെ.
ഇക്ക എന്ത് തെറ്റ് ചെയ്തിട്ടാ? മുസേ, എൻ്റെ പൊന്നു മോളെ പോവല്ലേ. എനിക്ക് നീ ഇല്ലാതെ കഴിയില്ലടി. എനിക്കൊരിക്കലും നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല മുസേ. അവൻ ഉറക്കെ അവിടെ നിന്ന് കരയുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഉള്ള സെക്യൂരിറ്റി പറഞ്ഞു, ദേ ഇവിടെ നിന്ന് അലമുറയിടാൻ പാടില്ല കേട്ടോ, നേരെ ഭ്രാന്താശുപത്രിക്ക് വിട്ടോ, അതായിരിക്കും നല്ലത്. പിന്നെ പോലീസിനെ വിളിക്കണോ? ഇത് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിന് മുമ്പിലേ ഇങ്ങനെ അലങ്കോലപ്പെടുത്താൻ പാടില്ല, അപശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അവൻ ആ കാറിന് പിന്നാലെ അത് ഓടുന്നു. അത് കണ്ട് എല്ലാവരും പറയുന്നു, മുഴുത്ത ഭ്രാന്താണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ ആ ഒരു വേഷം കോലൊക്കെ, എന്താ അത്? ആരോ ഒരു വാഹനത്തിൽ പോകുന്ന കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടുക. ഓടി അത്ര എത്തുകയെന്നില്ലേ? വീട്ടുകാരും നാട്ടുകാരും സിനുവിനെ ഒറ്റപ്പെടുത്തുന്നു. അവനാകെ ഭ്രാന്തായി മാറുന്നു. ഒരിക്കലും ഈ ദുനിയാവ് തനിക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നു. ഹേയ്, ഇവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എൻ്റെ പെണ്ണ് പോയില്ലേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ പെണ്ണ്, എൻ്റെ സ്വന്തം എൻ്റെ ഭാര്യയായിരുന്നു അവൾ. പക്ഷേ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങളെ പരസ്പരം വെറുപ്പിച്ചു. എൻ്റെ മോളെ മുസി, ഇക്ക എന്നും ഉണ്ടാവും മോളെ ഓർത്തിട്ട്. ഒരിക്കലും എന്നെ വിട്ടു പോവരുത് നീ, എനിക്ക് കഴിയില്ല നീ ഇല്ലാത്ത ജീവിതം. സിനാൻ ഓരോന്ന് പുലമ്പിക്കൊണ്ട് നടക്കുകയാണ്. എല്ലാവരും അവനെ തൊട്ട് ചോദിച്ചു, എന്താ ഇത്, എവിടെ നിന്ന് ഇറങ്ങിയതാ? പക്ഷെ അവനാകെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. നേരെ ഉമ്മയുടെ അടുക്കലേക്ക് ഓടിപ്പോകുവാനാണ് അവൻ ചിന്തിച്ചത്. എന്തിനായിരുന്നു എൻ്റെ ഉമ്മ, വല്ലാത്തൊരു സാധനം തന്നെ. അവനുള്ള ശക്തിയെടുത്ത് അതാ ഉമ്മയുടെ അടുക്കിലേക്ക് എത്തുന്നു. അവൻ വീടിൻ്റെ വാതിൽ അതാ ചവിട്ടി തുറക്കുന്നു. വാതിൽ തുറക്കാനാ പറഞ്ഞത്, തുറക്കില്ലേ, തുറക്കാനാ പറഞ്ഞത്. ആരാ? സിനാനാണെന്ന് തോന്നുന്നു. ഈ സിനാന് എന്താടാ? ഉമ്മ വാതിൽ തുറന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പിരിച്ചത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഓ, ഓൻ തുടങ്ങി മോങ്ങല്. ഈ അല്ല പറഞ്ഞിട്ട് കയറി വരൂലെന്ന്. അന്നെ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, ഒരിക്കലും ഇങ്ങോട്ട് കയറരുത് എന്നോട് ഞാൻ പറഞ്ഞിരിക്കണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിച്ച? നിങ്ങൾക്ക് എന്താ കുഴപ്പം? അവളെൻ്റെ സ്വന്തമാണ്, അവളില്ലാത്തൊരു ജീവിതം. ദയവായി ഈ കാര്യം വരെ അങ്ങോട്ട് വരരുത്. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എത്ര പെണ്ണ് വേണമെങ്കിലും ഞാൻ കെട്ടിച്ചു തരും. പക്ഷെ ആ മുഹ്സിന എന്നുള്ളൊരു വാക്കിവിടെ മിണ്ടിപ്പോരുത്. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് അവൾ മാത്രം, അല്ലാതെ ഒരു പെണ്ണും എനിക്ക് വേണ്ട. സിനാനെ, വീട്ടിൻ്റെ പുറത്ത് കിടക്ക്. എൻ്റെ ഈ മോങ്ങലൊക്കെ പുറത്ത് മതി. എന്താ എൻ്റെ വിചാരം? എന്ത് കരുതിയിട്ട് കയറി വന്നത്? ഇവിടെ നിൽക്കുകയാണെന്നെ നേരെ ഷാഹിനാൻ്റെ റൂമിൽ പോ. അങ്ങനെയാണ് എനിക്കിവിടെ സംരക്ഷണം ഞാൻ തരും. അതല്ല, ഇവിടെ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, മുഹ്സിന എന്നുള്ള ചിന്തയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ പോയിക്കോ ഓളെ പിന്നാലെ എവിടേക്കെങ്കിലും. ഈ പടി ചവിട്ടി പോവരുത്. പക്ഷേ നിന്നെ അവരങ്ങനെ കയറ്റൂല. നീയേ വലിയൊരു കൊലയാളിയാണ്, ഓരോരുത്തരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആയുധം ഉപയോഗിച്ച്. അത് മാത്രമല്ല സിനാനെ, പലതും ഉണ്ട്, പല തെറ്റും ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ചെയ്തിട്ടില്ലല്ലേ? അതൊക്കെ വഴി ഞാൻ പറഞ്ഞു തരാം, എന്തൊക്കെ ഈ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ആ പെണ്ണിനോട് 1.5 മാസം വിളിക്കാനും പറയാൻ നിന്നിട്ട് ഇവളെ കെട്ടിക്കൊണ്ട് നീ വന്നില്ലേ? അതൊക്കെ പിന്നെ തെറ്റല്ലേ? അത് മാത്രമല്ലടാ, വലിയൊരു തെറ്റാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവിടെ തെളിയിച്ചോണ്ട്. ഉമ്മ, നിങ്ങളൊരു ഉമ്മയാണോ? നിങ്ങളൊരു ഉമ്മയാണോ? ഏതെങ്കിലും ഉമ്മമാരിങ്ങനെ ചെയ്യോ? സ്വന്തം മക്കൾ എത്ര വേദനിപ്പിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? നിങ്ങൾ എന്നെ പറ്റിയ ഉമ്മയാണോ? എനിക്ക് വിശ്വാസം തോന്നില്ല. ഒരിക്കലും നിങ്ങൾ എൻ്റെ ഉമ്മയല്ല. അല്ല, എൻ്റെ ഉമ്മക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല. എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ ആവാൻ കഴിയില്ല ഒരിക്കലും. ഇതെൻ്റെ ഉമ്മയല്ല. ഉപ്പയോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, എൻ്റെ ഉമ്മ ഇതാണോ? എനിക്ക് സത്യം അറിയണം. എൻ്റെ ഉമ്മയല്ല ഇതൊരിക്കലും. എൻ്റെ ഉമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഇങ്ങളെൻ്റെ ഏതൊരു എളാമയാണ്, ഏതോ എളാമത്തള്ളയാണ്, അവരാണ് ഇങ്ങനെ ചെയ്യുള്ളൂ. പെറ്റുമ്മമാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് ചില സത്യങ്ങൾ അറിയാനുണ്ട്, സത്യം പറയണം. എൻ്റെ ഉമ്മ എവിടെ? എൻ്റെ ഉമ്മ നിങ്ങളല്ല. ഒരിക്കലും എൻ്റെ ഉമ്മക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. സിനാനെ തൊള്ള പൂട്ടിക്കോ, ആവശ്യമില്ലാത്ത ഓരോന്ന് നെറികേട് പറഞ്ഞ്. എൻ്റെ അമ്മ പിന്നെ ആരാടാ? പറേ. ഒരിക്കലും റഷീദ് എൻ്റെ ഉമ്മയല്ല. ഓഹോ, ഇപ്പോൾ പേര് പറച്ചിൽ തുടങ്ങി. റഷീദ് എൻ്റെ ഉമ്മയല്ല. എൻ്റെ ഉമ്മക്ക് അങ്ങനെ പറയാനും ചെയ്യാനും കഴിയില്ല. ഇത്രക്കും വലിയ കളവുകളും ഇത്രക്കും വലിയ തെറ്റുകളും എൻ്റെ ഉമ്മക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെൻ്റെ ഉമ്മയല്ല. ഞാനും അവൾ എത്രമാത്രം സ്നേഹത്തോടെ ജീവിച്ചിരുന്നതാണ്. എനിക്ക് അവളില്ലാതെ കഴിയില്ല.
എന്തിനു വേർപ്പെടുത്തി? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടി? എന്നെ അവരെ കൊണ്ടുപോയില്ലേ? എന്നെ ഒരു നോക്ക് പോലും കാണാൻ സമ്മതിക്കാതെ കൊണ്ടുപോയില്ലേ? നീ പോടാ അവിടുന്ന് മോങ്ങാതെ. എന്താന്നില്ലേ ഉമ്മ, നിങ്ങളെൻ്റെ ഉമ്മയാണോ? എനിക്ക് ചില സത്യങ്ങൾ അറിയാനുണ്ട്. എനിക്ക് സത്യം അറിഞ്ഞേ മതിയാവൂ. ഒരിക്കലും നിങ്ങളെൻ്റെ ഉമ്മയല്ലല്ലോ. എൻ്റെ ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്യൂലല്ലോ. ഇല്ലല്ലോ. ഇല്ല, ഒരിക്കലും എൻ്റെ ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്യൂല. ഒരു പറ്റുമ്മമാർക്കും മക്കളെ കുറിച്ച് ഇങ്ങനെ ചെയ്യാനും പറയാനും തോന്നൂല. ഞാനോളും എത്ര സ്നേഹത്തിൽ ജീവിച്ചതായിരുന്നു. സമ്മതിച്ചില്ലല്ലോ ഞങ്ങൾ ജീവിക്കാൻ. ഒരു ദിവസം കൊള്ളും അവളുടെ കൂടെ ഒന്ന് കിടക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? മനസ്സമാധാനത്തോടെ തന്നോ? ഇല്ല. എവിടേക്ക് പോകുമ്പോഴോ ചീത്ത പറച്ചിൽ മാത്രമായിരിക്കും എപ്പോഴും നിങ്ങൾക്ക്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇപ്പോൾ സമാധാനമായല്ലോ നിങ്ങൾക്ക്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സമാധാനമായില്ലേ? ഇനി ഒരിക്കലും സിനാൻ ഈ വീട്ടിലേക്ക് വരില്ല. ഓ, ഇന്നലെ പറഞ്ഞു പോയതാണ്. ഇതപ്പോൾ പിന്നെ വീണ്ടും കയറി വന്നിക്കണ്. നിങ്ങളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഒരിക്കലും നിങ്ങളെൻ്റെ ഉമ്മയല്ല. എനിക്ക് ഇങ്ങനെ ഒരു ഉമ്മയില്ല. എൻ്റെ ഉമ്മ എന്നോ മരിച്ചുപോയി. എൻ്റെ ഉമ്മ മരിച്ചു പോയതാണ്. എൻ്റെ ഉമ്മാക്ക് ഇതിന് കഴിയില്ല. നിങ്ങൾ വേറെ ഏതൊരു ദുഷ്ട സ്ത്രീയാണ്. ഒരിക്കലും ഒരു പെറ്റുമ്മാക്കും ഇങ്ങനെ കഴിയില്ല. സിനാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ മോൾട്ടിയും ഉപ്പയും അങ്ങോട്ട് വരുന്നു. സിനാനെ, നീ ഇവിടെ എത്തിയോ? ഉപ്പയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഓ, നിങ്ങളെ പുന്നാര മോൻ പറയണ എൻ്റെ ഉമ്മയാണോ? സിനാനെ, ഇറങ്ങി പോവാനക്ക് നല്ലത്. ഓരോന്ന് അനാവശ്യം പറയാതെ. പിന്നെ ആ പെണ്ണ് രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാ അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അല്ലാതെ ഇവിടെ കൊടുത്തിട്ട് അന്യ എൻ്റെ തള്ളൻ്റെയും ഇതൊക്കെ കേൾക്കാൻ. ഒന്ന് പോടാ അവിടുന്ന്. രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് ഇറക്കി വിടും ഞാൻ. റഷീദ, ഇജ്ജ് ഓർത്തോ, ഇജ്ജും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇജ്ജും നല്ല ഫിത്തനക്കാരനാണ്. ആഹാ, ഇപ്പം എല്ലാം കൂടി എൻ്റെ മേലത്തേക്കായോ? ആ പെണ്ണിനെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ട് പ്രയാസപ്പെടുത്തി ഓള് പോയില്ലേ? അതിനെന്താ മനുഷ്യ ഓള് പോണില്ല നിങ്ങൾക്ക്? അങ്ങനെയുണ്ട്. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായിരുന്നു അറബിയുമ്മ. ഓ, അറബിയുമ്മ. അതേടി, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ഈ വീട്ടിൽ. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി അവളെ ഒരുപാട് ഉപദ്രവിച്ചു, കഷ്ടപ്പെടുത്തി. സിനാനും നീയും. പഠിച്ചോ പൊറുക്കൂല നിങ്ങളോടൊന്നും. നിങ്ങൾ ആലോചിച്ചോളി. ഉപ്പ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ നേരെ പുറത്തേക്കാണ് പോയത്. ഓ, ഇപ്പം എല്ലാവരും കൂടി എൻ്റെ നേർക്കാണല്ലോ വരുന്നത്. ഞാനെന്ത് കാട്ടിയെന്നാണ് പറയണത്? ഇപ്പം കാട്ടിയവരും ഇല്ല, പറഞ്ഞവരും ഇല്ല. ഇപ്പം എൻ്റെ നേർക്കാണ് ഉമ്മ പറയുവാൻ തുടങ്ങി. മോൾട്ടി അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങുന്നു. ഉമ്മ, ഞാൻ പോവാണ്. ആ, ഇനിയിപ്പോൾ ആരും ഇവിടെ നിൽക്കൊന്നുമില്ലല്ലോ. തെറ്റുകാരി മുഴുവൻ ഞാനല്ലേ? ഉമ്മ, കുറച്ചൊക്കെ ഒരു സമാധാനം കൊടുത്താൽ മതിയായിരുന്നു നിങ്ങൾ ആ പെണ്ണിന്. ആ പെണ്ണിന് നിങ്ങളൊരു ഒഴിവ് കൊടുക്കൂല. എപ്പോഴും ജോലി എടുപ്പിച്ചിട്ടും അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആയി തീർന്നില്ലേ? ഒക്കെ നഷ്ടപ്പെട്ടില്ലപ്പോൾ. ഇനി അങ്ങനത്തെ ഒരു മരുമകൾ ഇവിടെ കിട്ടാനേ എത്ര തന്നെ നമ്മൾ മെനക്കെട്ട് നോക്കിയാലും കിട്ടൂല. ഉമ്മ, തുടങ്ങിക്കോളി നിങ്ങളെ പണി. നല്ലോണം പണി പേറിക്കോളി. നിങ്ങളിവിടെ പള്ള നിറച്ച് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. നല്ലൊരു പളുങ്ക് പോലുള്ളൊരു മോളായിരുന്നു. ഓളങ്ങൾ ഓരോന്ന് പറഞ്ഞയച്ച് എല്ലാത്തിനും നല്ല കുട്ടിയായിരുന്നു. ഇപ്പോൾ പോരാത്തിന് ഓളെ സിനാനെ വെട്ടി എന്നുള്ള പേരും ഒക്കെ ആയി. ഇപ്പം ഇനി വിടൂല. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വിടൂല. ഈ ഒരു വീട്ടിൽ ഓല് ഞാൻ ആ പെണ്ണിനെ കാല കുത്താൻ സമ്മതിക്കൂല. ഓലും മനുഷ്യന്മാരാണേ. ഓൽക്ക് ഓലെ കുട്ടീൻ്റെ ജീവൻ തന്നെ ആയിരിക്കാനും വലുത്. ഇവിടെ തെഞ്ഞും ഇടങ്ങാറാണ്ടിരും. അതുകൊണ്ട് തന്നെ ഓള് രക്ഷപ്പെട്ടു. ആയിക്കോട്ടെ, ആ കുട്ടി രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. അതിനാണ് നല്ലത്. ഇവിടെ എത്തിക്കിട്ടിയാൽ എന്നും കാലാകാലം ആ പെണ്ണിന് ഒരു ഒഴിവുണ്ടാവില്ല. മോൾട്ടിയും സങ്കടപ്പെട്ട് അത് തന്നെയാണ് പറഞ്ഞത്. ഉമ്മ പറയുന്നു, എൻ്റെ റബ്ബേ, എല്ലാവരും കൂടെ എൻ്റെ നേർക്കൊണ്ട് എടുത്തോളി. ഞാനാണല്ലോ ഇപ്പോൾ എല്ലാത്തിനും ഏജൻറ്റ്. ഉമ്മ, കുറച്ചൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ആരാണ് ഏജൻറ്റ് എന്നുള്ളത്? മോൾട്ടിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മക്ക് ദേഷ്യം പിടിച്ചു. മോൾട്ടിയുടെ മുഖം നോക്കി ഉമ്മ ഒന്ന് കൊടുക്കുന്നു. ആ, എന്താ ഉമ്മ, ഞാൻ കാര്യമല്ലേ പറഞ്ഞത്? മോൾട്ടെ, വല്ലാതെ ചിലക്കണ്ട. എനിക്ക് എൻ്റെ ബാപ്പി എൻ്റെ ആങ്ങളെയും ആരെനിക്ക് വിലയില്ല. പിന്നെന്താ അന്നായിട്ട് ഇത്ര പേടി? കൂടുതലെങ്ങാനും സംസാരിച്ചാലുണ്ടല്ലോ അടിച്ച് കരണക്കുറ്റിയാൻ പൊട്ടിക്കും. ശ്രദ്ധിച്ച് സംസാരിച്ചോ. ഉമ്മയുടെ ആ ഒരു അടി അവൾക്ക് വല്ലാതെ വേദനിച്ചു. അത് അവളുടെ മനസ്സിലാണ് കൊണ്ടത്. ഞാൻ പോയിക്കോളാം. ഞാൻ ഒരിക്കലും പോയിക്കോളി. എല്ലാവരും പോയിക്കോളി. എനിക്കിപ്പോൾ ഇവിടെ എന്താ? ആര് വന്നാലും വന്നില്ലെങ്കിലേ ദാ ഈ സ്വത്തും ഈ വീടൊക്കെ എൻ്റെ പേരിൽ തന്നെ ഉള്ളതാണ്. അല്ലാതെ
വേറെ ആരുതുമല്ല. അപ്പോഴും ഉമ്മ അഹങ്കാരത്തോടെ അതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.